ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 220. ഈശാനമൂലൻ കാറ്റിനാൽ ആടി ഉലയുന്ന ഈ കപ്പൽ അതുകൊണ്ട് തന്നെ പലകകൾ അകന്നു പോകുവാൻ കാരണമായി തീർന്നു. അതിനാൽ കപ്പലിൽ വെള്ളം കയറുന്നുണ്ടായിരുന്നു. 2 കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടി വന്നു. കപ്പലിലെ ചരക്ക് ഇതിനകം നനഞ്ഞ് കുതിർന്നിരുന്നു. അത് അവർ പുറത്ത് കളയാൻ തീരുമാനിച്ചു. അങ്ങനെ അത് പുറത്ത് കളഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് കപ്പലിലെ അത്യാവശ്യമില്ലാത്ത മറ്റ് ഉപകരണങ്ങളും വലിച്ചെറിഞ്ഞു. കപ്പലിൻ്റെ മൊത്തം നീളം വരുന്ന പ്രധാന ദണ്ഡ് അതിൽ പെട്ടിരുന്നു. പല യാത്രക്കാർ കൂടി അവ പൊക്കിയെടുത്ത് എറിഞ്ഞുകൊണ്ടാണ് അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പം കടലിട്ട് കളഞ്ഞുവെന്ന് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോൾ യാത്രക്കാരിൽ ഭീതിയും ഉത്കണ്ഠയും മാത്രം ശേഷിച്ചു. പകൽ സൂര്യനെയും രാത്രി നക്ഷത്രങ്ങളെയും കാണുവാൻ കഴിയാതെ വണ്ണം മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നതുകൊണ്ട് കപ്പലിൻ്റെ സ്ഥാനം എവിടെയെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. കാറ്റ് ശക്തിയായി അടിച്ചുകൊണ്ടുമിരുന്നു. ഇതിനിടയിൽ കപ്പലിനുള്ളിലേക്ക് കയറുന്ന വെള്ളം കോരി വറ്റിക്കുന്ന ജോലിയിൽ എല്ലാവരും മാറി മാറി ഏർപ്പെട്ടു. തടവുകാരുടെ ചങ്ങല ഒരു കയ്യിൽ മാത്രമായി ഒതുക്കി. തങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ എല്ലാവരും ഉപേക്ഷിച്ചു. ആരും ഒന്നും ഭക്ഷിക്കുന്നില്ല. മരണവും കാത്ത് കഴിയുന്നവർ എങ്ങനെ ഭക്ഷിക്കാൻ സാധിക്കും? ഇത് നല്ല ഒരു പങ്ക് കപ്പലിൻ്റെ മേൽത്തട്ടിൽ തിങ്ങിക്കൂടി നിൽക്കുകയായിരുന്നു. അനിവാര്യമായ ഒരു തകർച്ചയുടെ മുന്നിൽ ഒരു കപ്പലും 276 ജീവിതങ്ങളും എത്തി നിൽക്കുമ്പോൾ അതിൽ ഒരു ചെറിയ മനുഷ്യൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു. അതെ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്ന എൻ്റെ ദൈവവുമെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് മുന്നോട്ട് വരികയാണ്. കൊടുങ്കാറ്റും കടൽച്ചൊരുക്കും മൂലം ഭക്ഷണം കഴിക്കുവാനുള്ള ആഗ്രഹം മിക്കപേർക്കും നഷ്ടപ്പെട്ടിരുന്നല്ലോ. ഇവിടെ പൗലോസ് അവിടെ മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാവരോടും ധൈര്യമായിരിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും അഭ്യർത്ഥിച്ചു. മാത്രമല്ല, കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ തനിക്ക് പ്രത്യക്ഷനായെന്നും നാം എല്ലാം സുരക്ഷിതരായി റോമിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചതായും പൗലോസ് പറഞ്ഞു. എങ്കിലും തങ്ങൾ സഞ്ചരിക്കുന്ന കപ്പൽ ഒരു ദ്വീപിൽ തട്ടിത്തകരുമെന്നും അവൻ അറിയിച്ചു. ഇക്കാര്യം കേട്ടപ്പോൾ കപ്പൽ ജോലിക്കാർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നുള്ള വിചാരത്തിൽ കപ്പലിൽ സൂക്ഷിച്ചിരുന്ന ഒരു തോണി, അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ വെള്ളം കടലിൽ ഇറക്കി രക്ഷപ്പെടുവാൻ തീരുമാനിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടി കപ്പലുകളിൽ സൂക്ഷിക്കാറുള്ളതാണ് ഇത്തരം വള്ളങ്ങൾ. ഈ കപ്പൽ ജോലിക്കാരെ പോലെ ഇന്നും എത്രയോ പേർ അപകടവേളകളിൽ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്നവരാണെന്ന് കൂടി ഇപ്പോൾ ഓർപ്പിക്കുന്നു. കപ്പൽ ജോലിക്കാർ ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നത് കണ്ട പൗലോസ് അതിനെതിരായി ശക്തമായി പ്രതിഷേധിച്ചു. കാര്യം മനസ്സിലാക്കിയ പടയാളികൾ കപ്പലിൻ്റെ ഒരു വശത്ത് കെട്ടിത്തൂക്കിട്ടിരുന്ന തോണിയുടെ കയർ മുറിച്ച് അത് കടലിൽ തള്ളിക്കളയുകയും ചെയ്തു. നേരം വെളുക്കാറായി. ഇതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യത്തിൽ പൗലോസിൻ്റെ ശ്രദ്ധപ്പെട്ടു. അതെ, കപ്പൽ ഉടയുമെന്ന് പൗലോസിന് വെളിപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ആളുകൾ കടലുമായി അല്പം പൊരുതി തന്നെയാണ് കരയ്ക്ക് എത്തേണ്ടതെന്നുള്ള ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ അതിനുള്ള ശക്തി ആവശ്യമായിരിക്കുന്നു. പട്ടിണി കിടന്ന് ക്ഷീണിച്ചവർക്ക് അതെങ്ങനെ സാധിക്കും? അതുകൊണ്ട് യാത്രക്കാർ ഭക്ഷണം കഴിക്കണം. പൗലോസ് എല്ലാവരോടും പിന്നെയും അപേക്ഷിച്ചു. നിങ്ങളൊന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇത് 14-ാം ദിവസമാകുന്നുവല്ലോ. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതായിരിക്കുന്നു. നിങ്ങളിൽ ഒരുത്തൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയം. ഇങ്ങനെ പറഞ്ഞിട്ട് പൗലോസ് അപ്പമെടുത്ത് എല്ലാവരും കാണുകെ ദൈവത്തെ വാഴ്ത്തി നുറുക്കി തിന്നു തുടങ്ങി. തുടർന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ആകെ 276 പേർ എന്ന് ഓർപ്പിച്ചല്ലോ. ഈ ഭക്ഷണാനന്തരം അവശേഷിച്ചിരുന്ന ധാന്യം അവർ കടലിൽ തള്ളിക്കളഞ്ഞു. കാരണം അപ്പോഴും കപ്പലിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കപ്പലിൻ്റെ ഭാരം കുറയ്ക്കേണ്ടിയിരുന്നു. നേരം പുലരുന്നു. കപ്പലിൻ്റെ സ്ഥാനം ഒരു ഉൾക്കടലിൻ്റെ പ്രവേശന സ്ഥാനത്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ ലോകത്തിൻ്റെ ഏത് ഭാഗമാണെന്ന് മാത്രം ക്യാപ്റ്റൻ മറ്റുള്ളവർക്കും അറിഞ്ഞുകൂടായിരുന്നു. കപ്പൽ ഒഴുകിയത് ഏത് ദിക്കിലേക്കാണെന്നോ എന്തായിരുന്നു ശരാശരി വേഗതയെന്നോ അറിയുവാൻ മാർഗവും ഇല്ലായിരുന്നു. എന്നാൽ പാറക്കൂട്ടങ്ങളുള്ള ഒരു തീരവും അതോട് ചേർന്ന് ഒരു മണൽത്തിട്ടയുമാണ് അകലെ അവർ കണ്ടത്. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.